ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരാണ് എനിക്കറിയാം. ഇന്ന് ഭക്ഷണം ഇല്ലായിരുന്നു അല്ലേ? അങ്ങനെയൊരു സംഭവമില്ല. ഈ 1 മണിക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഭക്ഷണങ്ങളുടെ ചേർന്ന ഒരു പരിപാടിയിലേക്കാണ് ക്ഷണിച്ചത്. ഞാൻ പ്രോഗ്രാം നോക്കുന്നത് അതിനകത്ത് 11 മണിക്കൊരു ടീ ബ്രേക്ക് ചെയ്യുന്ന പിന്നെ എന്താ ടീ കിട്ടിയില്ല. ഇത് വലിയ ചതിവാണ്. നിങ്ങളൊക്കെ എങ്ങനെ വന്നായിരിക്കണം. ഞാനിപ്പോൾ 2.5 മണിക്കൂർ വണ്ടി വിളിച്ച് ഞായറാഴ്ച വന്നതാണ്. അപ്പോൾ വലിയൊരു പ്രവർത്തനം മുമ്പിലുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു. ഓക്കെ, പക്ഷേ വളരെ സന്തോഷമുണ്ട്. വളരെ വ്യത്യസ്തമായി ചിന്തിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന, ചിന്തിക്കുന്ന ഒരു കൂട്ടായ്മയോടൊപ്പം ഒരു ഉച്ചനേരത്ത് സമയം പങ്കിടുക, ചെലവഴിക്കുക വളരെ സന്തോഷമുള്ള കാര്യമാണ്. കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് ഇത്തരത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന യുവാക്കൾ നാട്ടുന്നത് എന്ന് തന്നെയാണ്. നമ്മുടെ പല കാലഘട്ടങ്ങളിലെ കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ വ്യത്യസ്തമായി ചിന്തിച്ച യുവാക്കൾ ആണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചത്. എന്നാൽ ചിന്ത പൊരടിച്ചു പോയ യുവജനങ്ങൾ പല കാലഘട്ടത്തിലും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അത് കേരളത്തെ കാലഘട്ടത്തിൽ പിന്നിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ തീർച്ചയായും യുവസമൂഹം വളരെ വ്യത്യസ്തമായ ചിന്തകളും പ്രവർത്തനങ്ങളുമായ രംഗത്ത് ഇറങ്ങിയാൽ മാത്രം കേരളത്തെ നമുക്ക് മറ്റൊരു തലത്തിലേക്ക് പിടിച്ചുയർത്താൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും ഈ ലോകയാത്രകൾക്കിടയിൽ വളരെ അത്ഭുതത്തോടെ കണ്ടിട്ടുള്ള പല നാടുകളും. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ആഫ്രിക്കൻ രാജ്യത്തായിരുന്നു. റുവാണ്ട എന്ന് കേട്ടിട്ടുണ്ടാകും. റുവാണ്ട മധ്യ ആഫ്രിക്ക എന്ന് വേണേൽ പറയാം, അല്ലെ കിഴക്കൻ ആഫ്രിക്ക എന്ന് വേണേൽ പറയാം. ആഫ്രിക്കയുടെ ഏതാണ്ട് മധ്യഭാഗത്താണ്. 1994 അന്നത്തെ അവിടുത്തെ ജനസംഖ്യ ഏതാണ്ട് 80 ലക്ഷമാണ്. 80 ലക്ഷത്തിനും 90 ലക്ഷത്തിനിടയിൽ. ആ കാലഘട്ടത്തിൽ 2 ഗോത്രങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ആഭ്യന്തര കലാപത്തിൽ, വംശീയ കലാപത്തിൽ ഏതാണ്ട് 12 ലക്ഷം ആളുകൾ 3 മാസം കൊണ്ട് കൊല്ലപ്പെട്ടവരാണ്. കേരളത്തിന്റെ അത്ര വിസ്തൃതിയുള്ള ഒരു ഭൂഭാഗം, 80 ലക്ഷത്തോളം ജനങ്ങൾ, അതിലെ ഏതാണ്ട് 10-15% ആളുകൾ 3 മാസം കൊണ്ട് ഇല്ലാതായി. അത്ര കൊടിയ കൂട്ടക്കൊല നടന്നിരുന്നതാണ്. ഭീകരമായ കൂട്ടക്കൊല. രാഷ്ട്രീയമായ കാരണങ്ങളും വംശീയമായ കാരണങ്ങളും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ 30 വർഷത്തിന് ശേഷം ഇന്ന് റുവാണ്ട ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നത് മറ്റൊരു റുവാണ്ട. ആ രാജ്യത്തിന്റെ തലസ്ഥാനം കിഗാലി എന്ന് പറയും. കിഗാലി. ഈ കിഗാലി നഗരത്തിന്റെ ചില ഭാഗങ്ങളൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ സഞ്ചരിച്ചപ്പോ എനിക്ക് ഒരു സംശയം. ഞാനിപ്പോ സഞ്ചരിക്കുന്നത് സിംഗപ്പൂരിന്റെ ഒരു ഭാഗത്തൂടെയാണ്, വാഷിംഗ്ടൺ DC-യുടെ ഒരു ഭാഗത്തൂടെയാണ് എന്നെനിക്ക് സംശയം തോന്നുന്ന മട്ടിൽ. സിംഗപ്പൂരും വാഷിംഗ്ടൺ DC-യും ലോകത്തെ ഏറ്റവും ഉദാത്തമായ നഗരങ്ങൾ നടത്തത്തിലല്ല. അടിസ്ഥാന സൗകര്യങ്ങളും പ്ലാനിങ്ങും അവിടുത്തെ ലാൻഡ്സ്കേപ്പിങ്ങും അവിടെ ആ നഗരത്തിൽ കൊടുത്തിരിക്കുന്ന ലേഔട്ടും ശാസ്ത്രീയതയും ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്നു. റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കെല്ലാം കണ്ടുമുട്ടുന്ന പോലീസുകാരുണ്ട്. ഈ പോലീസുകാരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു.
ഒരു ആഫ്രിക്കൻ രാജ്യത്ത്, എനിക്ക് പല ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സഞ്ചരിച്ച് പരിചയമുണ്ട്. അവിടുത്തെ പോലീസുകാരുടെ ഒരു രീതി സ്വഭാവം എനിക്ക് നല്ല നിശ്ചയമുണ്ട്. പക്ഷേ ഈ നാട്ടിലെ പോലീസുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ കാറിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ആദ്യം ചോദിക്കുന്നത്, ഇത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഈ പോലീസുകാരിൽ നിന്ന് ഓരോ നോക്കിയിട്ടായിരുന്നു ഞാൻ സംസാരിച്ചു തുടങ്ങിയിട്ടാണെങ്കിൽ ചോറുണ്ടോ എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം മനുഷ്യൻ ഒരു പോലീസുകാരനോടല്ല സംസാരിക്കുന്നത്, നമ്മുടെ ഏതൊരു ഒരു അടുത്ത ബന്ധുവിനോടോ സുഹൃത്തിനോടോ സംസാരിച്ചു തുടങ്ങുകയും അവസാനം എത്തുമ്പോൾ കാര്യം പറഞ്ഞ് നിങ്ങൾ ഒരു ചെറിയ ട്രാഫിക് വയലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് ഞങ്ങൾ ഒരു 5000 രൂപ പിഴയിടാൻ പോവാണ് എന്ന് പറഞ്ഞ് വളരെ സ്നേഹപൂർവ്വം പിഴയിടിച്ച് പോകുന്ന പോലീസുകാരനാണ്. സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ പോകാത്ത ഒരു കാലമായിരുന്നു ഈ കൂട്ടക്കൊലകൾക്ക് ശേഷം. കാരണം സ്കൂളുകൾ, ദേവാലയങ്ങൾ, പൊതുസ്ഥാപനങ്ങളെല്ലാം കത്തിച്ച് തകർത്ത് കളഞ്ഞു. റുവാണ്ട കൂട്ടം എന്നൊക്കെ പറഞ്ഞൊരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഈ റുവാണ്ട കൂട്ടക്കൊലയെ സംബന്ധിച്ച് നിരവധി സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്കറിയാം, വേണ്ട ഇപ്പൊ തന്നെ ഗൂഗിളിൽ നിങ്ങൾ ഇമേജസ് സെർച്ച് ചെയ്താൽ ആ റുവാണ്ടൻ കൂട്ടക്കൊലയുടെ കാലത്തെ റുവാണ്ട എന്താണെന്ന് മനസ്സിലാക്കും. വെറും 30 വർഷം കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ സംവിധാനങ്ങളും സിസ്റ്റവും അടിസ്ഥാന സൗകര്യങ്ങളും, അല്ലെങ്കിൽ ഏത് വികസിത നാട്ടിലെയും അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും വളർത്തിയെടുത്ത് ഒരു രാജ്യത്തെ പുനഃസൃഷ്ടിച്ചു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇതൊക്കെ സാധ്യമാണ്. ഇത് സാധ്യമായത് എങ്ങനെയെന്ന് ഞാൻ ഈ യാത്രക്കിടയിൽ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. ഒരു ഭരണാധികാരി, എനിക്ക് തോന്നുന്നു പോൾ കഗാമ എന്ന് പറയുന്ന ആളാണ് പ്രസിഡന്റ്. കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹത്തിനാണ് പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ ഒരു വിഷൻ മാത്രമാണോ? ആയിരിക്കില്ല. വിഷനുള്ള ഭരണാധികാരികൾ നമുക്കുണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ എവിടെയാണ് ഒരു നല്ല ആശയം ഒരു രാഷ്ട്രത്തിൽ, ഒരു നാട്ടിൽ വിജയകരമായി നടപ്പാവുകയും ആ രാജ്യം പുരോഗതിയിലേക്ക് വളരുകയും ചെയ്തെന്ന് ചോദിച്ചാൽ, അത് ആ നല്ല ആശയത്തെ അത് ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനെ നെഞ്ചേറ്റുന്ന ഒരു സമൂഹം ഉറപ്പാണ്. ഒരു പൊതുസമൂഹം അതിന് തയ്യാറാവുമ്പോഴാണ്. മാറ്റങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് കൂടി ആവശ്യങ്ങളായി രൂപപ്പെട്ടു വരുമ്പോൾ നാട് മാറും. കൂട്ടക്കൊലയിൽ, കൂട്ടക്കുരുതിയിൽ, വംശഹത്യയിൽ എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായ രാജ്യത്തിന് മുന്നിൽ ഒരു പ്രതീക്ഷയുടെ നാളം കണ്ടപ്പോൾ ആ ജനം പൂർണ്ണ മനസ്സോടെ ആ മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായതാണ് ഈ കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച ഭരണ സംവിധാനമെന്നും ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള രാജ്യമെന്നും ഏറ്റവും കൂടുതൽ വളർച്ച നേടുന്നതാണെന്നും പ്രകൃതിയെ ഏറ്റവും അധികം സംരക്ഷിച്ചുകൊണ്ട് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നടത്തുന്ന രാജ്യമെന്നും ഒക്കെയുള്ള വിശേഷങ്ങളുണ്ട്. നിങ്ങൾ ഇന്ന് വൈകിട്ട് പോയിട്ട് ഈ റുവാണ്ടയെ കുറിച്ച് പഠിക്കുന്നില്ല. അവരുടെ സർവ്വ മേഖലയിൽ അവരുടെ ടൂറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് മൗണ്ടൻ ഗോറിലകൾ ആ നാട്ടിലുണ്ടെന്നുള്ളതാണ്. അവിടെയാണ് പ്രധാനമായിട്ട് മൗണ്ടൻ ഗോറിലകൾ. തൊട്ടടുത്തുള്ള ടാൻസാനിയയിലും ഉഗാണ്ടയിലും ഒക്കെ മറ്റ് ജീവജാലങ്ങൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ധാരാളം ഉള്ളപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ടുള്ളത് ഈ മൗണ്ടൻ ഗോറിലകളാണ്. അപ്പോ ലോകത്തിന്റെ നാനാഭാഗത്ത് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് ഈ മൗണ്ടൻ ഗോറിലകളെ കാണാൻ. അത് എത്ര പേരെ വേണമെങ്കിലും അവർക്ക് സ്വീകരിക്കാൻ പറ്റും, ഒരു രാഷ്ട്രം തീരുമാനിച്ചാൽ മതി. പക്ഷെ അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമമുണ്ട്. ഈ മൗണ്ടൻ ഗോറിലകളുള്ള പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഒരു മൗണ്ടൻ ഗോറിലയുടെ ഒരു ഫാമിലിയെ കാണാൻ ഒരു ദിവസം നിശ്ചിത എണ്ണം ആളുകളെ മാത്രമേ വരൂ. ഈ മൗണ്ടൻ ഗോറിലകൾ എവിടെയൊക്കെയുണ്ട് എന്നുള്ളത് ഒരു സ്ക്രീനിൽ നമുക്ക് അവരുടെ ബേസ് സ്റ്റേഷൻ ചെന്നുകഴിഞ്ഞാൽ കാണാം. റഡാർ സംവിധാനങ്ങളുണ്ട്, അത് സ്കാൻ ചെയ്യുന്ന സംവിധാനമുണ്ട്, അവരുടെ മൂവ്മെന്റ് കൃത്യമായി ട്രേസ് ചെയ്ത് പിടിക്കുക. ഈ ഓരോ മൗണ്ടൻ ഗോറില ഫാമിലിക്കും പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി ആംഡ് ആയിട്ടുള്ള റേഞ്ചർമാരെ നിയമിച്ചിരിക്കുകയാണ് രാജ്യത്ത് ആ വനപ്രദേശങ്ങളിൽ. നമുക്ക് ബേസ് സ്റ്റേഷനിൽ പോയി എന്നിട്ട് കിലോമീറ്ററുകൾ വനത്തിലൂടെ നടന്ന ഇവരുടെ സാഹചര്യത്തിൽ നടന്നെങ്കിൽ മാത്രം അവിടെ എത്താൻ കഴിയും. എന്നാൽ അവർക്ക് ബിസിനസ് പറയാം. മൗണ്ടൻ ഗോറിലയെ കാണാൻ ഒരാൾക്ക് കയറിപ്പോകണമെന്നുള്ള പാസ് ഏതാണ്ട് $1200 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൗണ്ടൻ ഗോറിലയെ കാണണമെങ്കിൽ 1,00,000 രൂപ മുടക്കണം അവിടെ ചെന്നത്. 8-10 പേരെ ഒരു ദിവസം ഇരിക്കുള്ളൂ. നമ്മൾ
$1700 പേരെ കയറ്റിവിടുകയും $8 ചാർജ് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനത്തിലൂടെ ടൂറിസത്തെ ലിബറലാക്കുന്ന ഒരു ലോകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അപ്പോ പുതിയ ആശയങ്ങൾ, സിസ്റ്റമാറ്റിക് ആയ ഡെവലപ്മെന്റ്, ഇതെല്ലാം റുവാണ്ടക്കാരുടെ, സാധാരണ പൗരന്മാരുടെ, ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിയിൽ നിന്നുണ്ടായതല്ല. ഞാൻ ചോദിച്ചു, ഈ കിഗാലി പോലുള്ള പട്ടണങ്ങളെയൊക്കെ ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യാൻ, രൂപീകരിക്കാൻ അത്ര പ്രാപ്തി ഈ രാജ്യത്തിനുള്ളതാണ്. അപ്പൊ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ടൗൺ പ്ലാനിങ്ങിനും ഡിസൈനിങ്ങിനും എല്ലാം ഇവർ ആശ്രയിക്കുന്നത് ഇന്റർനാഷണൽ ഏജൻസികൾ. സിംഗപ്പൂർ ഏജൻസിയാണ് ടൗൺ പ്ലാനിങ്ങിന്റെ ചുമതല. അവിടുത്തെ വില്ലേജ് ഓഫീസുകൾ അല്ലെങ്കിൽ പ്രാദേശിക സർക്കാരിന്റെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ എങ്ങനെയായിരിക്കണം ഡിസൈൻ ചെയ്ത് ഒരു കെട്ടിടം ലോകത്തിലെ ഏറ്റവും മികച്ച ഡിസൈൻ ഫേമിനെ കുറിച്ച് ചെയ്യിക്കും. എന്നിട്ട് എല്ലാ ഗ്രാമത്തിലേക്കും ഇതിന്റെ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യും. എല്ലാത്തിനും ആ രാജ്യത്ത് ഒരു രൂപമായിരിക്കും. പോലീസ് സ്റ്റേഷന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ അവിടുത്തെ നെൽകൃഷി ഈ കലാപത്തിന് ശേഷം നിലച്ചുപോയിരുന്നു. അതിനെ നവീകരിച്ചെടുത്തത് ഒരു ഇന്ത്യക്കാരനാണ്, ഒരു തമിഴ്നാട്ടുകാരനായിരുന്നു അതിന്റെ ചുമതലക്കാരൻ. നെൽകൃഷി ഇന്ന് സഹകരണ സംഘങ്ങളായി, കോപ്പറേറ്റീവ്സ് ആയി കൃഷിയെ വളർത്തുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ ഓരോ കോപ്പറേറ്റീവിന്റെയും തലപ്പത്തിരിക്കുന്നത് മിക്കവാറും ഒരു സ്ത്രീയാണ്. അവരുടെ അഡ്വൈസറായിട്ടോ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിട്ടോ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്. കാരണം ഈ പണം കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളാണ്. പുരുഷന്മാരുടെ കയ്യിലേക്ക് പണം ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ദുർഗയിൽ ചെയ്യപ്പെടുന്ന ചിന്തയായിരിക്കാം. ഓരോ മേഖലയിലും ഇത്തരത്തില് വളരെ സിസ്റ്റമാറ്റിക്കായി, വളരെ ആസൂത്രിതമായി വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ റുവാണ്ട പോലൊരു നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ചിന്തകളിലേക്ക് കേരളത്തിൽ വരികയും അത് നടപ്പാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്താൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ കഴിയും. നമ്മുടെ ചെറുപ്പക്കാരെ നമുക്കറിയാം, ഇവിടെ വലിയ പ്രതീക്ഷയില്ല എന്ന ചിന്തയിൽ, ഈ നാട്ടിൽ നിന്നിട്ട് വലിയ കാര്യമില്ല എന്നുള്ള ചിന്തയിൽ അന്യ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു കാലമാണ്. ആ ചിന്തയ്ക്ക് ഒരു മാറ്റം വരുത്താൻ ചെറുപ്പക്കാരുടെ ഒരു മുന്നേറ്റം തന്നെ ആവശ്യമായിരിക്കുകയാണ്. ഞാൻ കുറച്ചു മുമ്പ് തിങ്ക് കേരള ടീമുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതിനെ എങ്ങനെ ഗവൺമെന്റ് ഏജൻസികളിലേക്ക് അവരിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും, അവരുടെ അനുമതികൾ വാങ്ങി ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് എന്ന് സൂചിപ്പിച്ച എൻ്റെ അടുത്ത്. ഞാൻ ഇതിനെ കാണുന്നത് മറ്റൊരു രീതിയിൽ തന്നെയാണ്. നമ്മൾ എന്തിനാണ് ഈ പറഞ്ഞ ഗവൺമെന്റ് ഏജൻസികളുടെ ഒക്കെ സൗകര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്? നല്ല കാര്യം ചെയ്യാൻ ഏത് ഗവൺമെന്റെങ്കിലും നമുക്ക് തടസ്സം നിൽക്കുന്നതിന് പോകുന്നില്ല. ചെറുപ്പക്കാരുടെ മുന്നേറ്റം, ചെറുപ്പക്കാരുടെ ഇത്തരം വ്യത്യസ്ത മേഖലകളിലുള്ള കോപ്പറേറ്റീവുകൾ, വ്യത്യസ്തമായി ഇതിനെ നടപ്പാക്കാൻ കഴിയുന്ന ആളുകളുടെ ടീമുകൾ രൂപപ്പെടുത്തി ഓരോ മേഖലയിലും നമുക്ക് പ്രവർത്തനം ആരംഭിക്കാമെന്നല്ലോ. സത്യത്തിൽ വലിയ സാധ്യതകൾ മുന്നിലുള്ള ചിന്തകളാണ് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ഇതിനെ നടപ്പാക്കുന്ന ഘട്ടത്തിലേക്കാണ് നമ്മൾ അധികം താമസിയാതെ പോകുന്നത്. ഒരു ഗവൺമെന്റിന് പല വകുപ്പുകളുടെ മന്ത്രിസഭ ഉള്ളതുപോലെ തന്നെ തിങ്ക് കേരള ഇനിഷ്യേറ്റീവിന് പല വിഭാഗങ്ങളായി പല മിനിസ്ട്രികൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് ആ മിനിസ്ട്രികൾ ഓരോ മേഖലയിലും പ്രവർത്തനം ആരംഭിക്കും, സമൂഹം കൂടെ നിൽക്കും. ഇത് നമുക്കറിയാം, ചെറുപ്പക്കാർ തന്നെ ഓരോ യുവാവും ഓരോ യുവതിയും ഒരു മാധ്യമ സ്ഥാപനം തന്നെയാണ്. നിങ്ങളൊരു നല്ല കാര്യത്തിൽ തുടക്കമിട്ടാൽ നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോണിലൂടെ അത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക്, സമൂഹത്തിലേക്ക് എത്തുകയും അത് നല്ലതാണെങ്കിൽ ഹൃദയം തുറന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ നമുക്ക് പരമ്പരാഗതമായ ചിന്തകൾ, നമ്മൾ ഏത് പുതിയ ആശയം കൊണ്ടുവന്നാലും ഇതെല്ലാം സർക്കാർ അനുമതികളോടുകൂടി അല്ലെങ്കിൽ സർക്കാർ പണത്തോടുകൂടി അല്ലെങ്കിൽ ബജറ്റിന്റെ ഭാഗമായി പണം അനുവദിക്കപ്പെട്ട് മാത്രമേ നടപ്പാകൂ എന്നുള്ള ചിന്ത മാറ്റമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിരവധി കാര്യങ്ങൾ ഈ കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഗഹനമായ ചർച്ചകളും ചിന്തകളും രൂപപ്പെടുന്നുണ്ട്.
അപ്പോ തിങ്ക് കേരള എന്ന ഈ ഒരു ചെറിയ സമൂഹം 1 വർഷം മുമ്പ് 1.5 വർഷം മുമ്പ് 19 പേരിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു സംഘം അടുത്ത 2-3 വർഷം കൊണ്ട് കേരളത്തിലെ ചിന്താശേഷിയുള്ള എല്ലാ ചെറുപ്പക്കാരുടെയും ഒരു പ്ലാറ്റ്ഫോമായിട്ട് വളരണം. അങ്ങനെ പറയുമ്പോ എല്ലാവരും എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന ആളുകളല്ലാതെ ഈ ആളുകളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10-30 വിഭാഗങ്ങളായിട്ട് തിരിക്കണം. ഓരോ മേഖലയിലെയും വൈദഗ്ധ്യമുള്ള ആളുകളെ ചേർത്ത് ഒരു ഗവൺമെന്റിന്റെ വിവിധ മിനിസ്ട്രികൾ പോലെ തിങ്ക് കേരളയുടെ വിവിധ മിനിസ്ട്രികൾ ഉണ്ടാകും. പ്രകൃതി സംരക്ഷണത്തിന്റെ മിനിസ്ട്രി, സൗന്ദര്യവൽക്കരണത്തിന്റെ മിനിസ്ട്രി, ശുചിത്വത്തിന്റെ മിനിസ്ട്രി, ഫ്യൂച്ചർ എനർജി റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ മിനിസ്ട്രി. അതിന് കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. ആ മാസ്റ്റർ പ്ലാനിൽ എത്ര കാലം കൊണ്ട് ഈ പ്രവർത്തനങ്ങളെ എത്ര ഘട്ടത്തിലേക്ക് വളർത്തുമെന്നുള്ള പദ്ധതി ഉണ്ടാകണം. അത് നടപ്പാക്കാനുള്ള പണം എങ്ങനെ സ്വരൂപിക്കാമെന്നുള്ള കാഴ്ചപ്പാടുണ്ടാവണം. തീർച്ചയായും നല്ല ആശയവുമായി മുന്നിട്ടിറങ്ങിയാൽ കേരളത്തിൽ പണം ഒരു തടസ്സമില്ല എന്നുള്ള യാതൊരു സംശയവും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 1 മാസം മുമ്പ് ഒരു ജയിലിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തി ഏതാനും ആളുകൾ മുന്നിട്ടിറങ്ങിയപ്പോൾ എത്ര കോടി രൂപ 2-3 ദിവസം കൊണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞു. മനുഷ്യരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ മാത്രമല്ല അത്തരത്തിൽ പണം ഉപയോഗിക്കാവുന്നത്. കേരളത്തിൽ നിന്ന് യുവാക്കളെ നാടുകടത്തുന്നതിനെതിരെ നമുക്ക് പണം ശ്രമിക്കാം. നാടുകടന്നാലല്ലേ മറ്റേ ജയിലിൽ പോയി കിടക്കേണ്ടി വരുള്ളൂ. ഇവിടെ തന്നെ ജീവിക്കുന്ന ഒരാൾക്ക്, ഇവിടെ തന്നെ അവരുടെ പ്രതിഭകളെ സമർപ്പിക്കാൻ കഴിയുന്ന ഒരാൾക്ക് അവരുടെ പ്രതിഭയെ ഈ നാടിന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ നാട് അന്യനാടുകളിൽ പോയി തൊഴിലെടുത്ത് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് തിങ്ക് കേരള എന്ന ഇനീഷ്യേറ്റീവ് അടുത്ത 1 വർഷം കൊണ്ട് 10,000-കണക്കിന് ചെറുപ്പക്കാരിലേക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്ഥാനമായി മാറാം. നമ്മൾ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന പ്രതീക്ഷയാണ്. ഈ നാട് എല്ലാ സാധ്യതകളും ഉള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ തൊഴിൽ തേടി പോയ നാടുകളിൽ എവിടെയാണ് നമ്മളെക്കാൾ നല്ല പ്രകൃതിയും നമ്മളെക്കാൾ നല്ല സൗകര്യങ്ങളും നമ്മളെക്കാൾ സ്നേഹബന്ധങ്ങളുള്ള സമൂഹം ഇതൊക്കെ ഉള്ളത് എവിടെയാണ്? പക്ഷേ നിവൃത്തികെട്ട് നമ്മൾ പോകുന്നതാണ്. നിവൃത്തികെട്ട് മാത്രമാണ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10 ദിവസം അവധി കിട്ടിയാൽ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നവരാവട്ടെ, യൂറോപ്പിൽ ജോലി ചെയ്യുന്നവരാവട്ടെ, അമേരിക്കക്കാരൻ പോലും ആവട്ടെ, തിരിച്ച് ഈ നാട്ടിലേക്ക് വരാൻ കൊതിക്കുന്നുണ്ട്. ഈ നാട്ടിലെ മഴക്കാലവും വളരെ ക്ലീശയായി പോയതുപോലെ തന്നെ ഈ നാട്ടിലെ മഴക്കാലവും ഒരു കട്ടൻ ചായയും ജോൺസൺ മാഷിന്റെ പാട്ടും ഒരാന്തരീക്ഷം ഒക്കെ സ്വപ്നം കാണുന്നവരാണ് ലോകത്തിന്റെ ഏത് രാജ്യത്ത് പോകുന്ന മലയാളി. എങ്കിൽ ഈ ഞായറാഴ്ച രാവിലെ മഴ പെയ്യുന്നത് കണ്ടുകൊണ്ട് വീടിന്റെ തിണ്ണയിലിരിക്കാൻ ആരാണ് കൊതിക്കാറുള്ളത്? അപ്പോ ഇത്രയും ഊഷ്മളമായ ഒരു നാടിനെ ഉപേക്ഷിച്ചു പോകുന്നവൻ നിവൃത്തികെടുത്ത് പോകുന്ന അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംവിധാനമായി ഈ തിങ്ക് കേരള പോലുള്ള സംരംഭങ്ങൾ വരണം. അതിനുള്ള മാസ്റ്റർ പ്ലാനുകൾ നമ്മൾ മുന്നോട്ട് വെക്കണം. പ്രതീക്ഷ നൽകുന്ന ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ അടുത്ത 10 വർഷം കൊണ്ട് ഇങ്ങനെയാവും. 2047 ആവുമ്പോൾ ഇതാണ് നമ്മുടെ പദ്ധതി. ഇങ്ങനെ പദ്ധതികൾ പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പദ്ധതി പറഞ്ഞാൽ മാത്രമേ ഇനി ആരെങ്കിലും വിശ്വസിക്കുന്നത് കരുതരുത്. അതെങ്ങനെ ഓരോ വർഷവും നമ്മൾ അച്ചീവ് ചെയ്യും. 2025 നമ്മൾ എന്ത് ചെയ്യും, 26 എന്ത് ചെയ്യും, 27, 28, 29 അങ്ങനെ 47 വരെയുള്ള കൃത്യമായ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക. അതുണ്ടാക്കി ഒരു 20 അല്ലെങ്കിൽ 30 വ്യത്യസ്ത മേഖലകളായിട്ട് തിരിക്കുക. ഓരോ മേഖലയിലും എന്തായിരിക്കാം നമ്മുടെ 47 ലക്ഷ്യം. ഇങ്ങനെ കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാക്കുക. അതിലേക്ക് അടുത്ത് ചെല്ലാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിലെ സൗന്ദര്യവൽക്കരണം അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം, ഇതിനൊക്കെ ഗവൺമെന്റിന്റെ ഫണ്ടിന്റെ എന്താ ആവശ്യമുള്ളത്? ഗവൺമെന്റിന്റെ അനുമതി പോലും വേണ്ടല്ലോ. നാട് വൃത്തിയാക്കാൻ നടക്കുന്ന ഒരാളെ ഗവൺമെന്റ് തടസ്സപ്പെടുത്തും നമുക്ക് പ്രതീക്ഷിക്കാവോ? ഒരിക്കലുമില്ല. നമ്മുടെ ഗവൺമെന്റുകളെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. പക്ഷേ നമ്മുടെ പരമ്പരാഗതമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ പല പോരായ്മകൾ ഉള്ളതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന പല കാര്യങ്ങളും നടപ്പായി വരുമ്പോഴേക്കും ഒത്തിരി പ്രശ്നങ്ങളാകുന്നു. പല മിനിസ്റ്റേഴ്സിനെ എനിക്കറിയാം, അവർക്ക് പലർക്കും വലിയ അത്ഭുതങ്ങൾ ചെയ്യണം ആഗ്രഹത്തോടുകൂടി തന്നെ വന്നവരാണ്. ആദ്യത്തെ ഒരു 3-4 മീറ്റിങ്ങുകളിൽ മിനിസ്റ്ററായി
ആയതിനു ശേഷം ഉടനെയുള്ള ഒരു 3-4 മാസമോ അല്ലെങ്കിൽ ഒരു വർഷത്തോളോ നിരന്തര മീറ്റിങ്ങുകൾ ഞാനുമായിട്ട് നടത്തിയ ധാരാളം മനുഷ്യന്മാരുണ്ട്, ഞാൻ ഒന്നിച്ച് ചർച്ച ചെയ്തവരുണ്ട്. അവരുടെയൊക്കെ ഒരു ആവേശം എത്രയായിരുന്നു ഞാൻ നോക്കുക. 2ാം വർഷം ആയപ്പോഴത്തേക്ക് ആവേശം കുറച്ച് കുറഞ്ഞു. പിന്നെ 3ാം വർഷം ആകുമ്പോഴത്തേക്ക് ഇവര് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നടപ്പാക്കാൻ വലിയ പ്രതിസന്ധികളും ആ ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിലും മറ്റ് സംവിധാനങ്ങളിലും തടസ്സങ്ങളിലും പിന്നെ കുറെയൊക്കെ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പുകളും നെഗറ്റിവിറ്റിയും എല്ലാം ചേർത്ത് ഒരു 2.5 കൊല്ലം കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഏത് മുന്നണിയായാലും ഭരണത്തിലേക്ക് വരുന്നവരെ നിരാശപ്പെടുത്തി അവരുടെ മാനസിക ആത്മവിശ്വാസമൊക്കെ തകർത്ത് അവരെ ഉള്ളിലേക്ക് കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അത് വ്യക്തിപരമായി ഈ പറഞ്ഞ പല മിനിസ്റ്റേഴ്സും വളരെ സ്വപ്നമുള്ള വളരെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന അവരുടെ വകുപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പലവിധ പ്രശ്നങ്ങൾ അവരെ പിന്നോട്ട് നയിക്കുന്നുണ്ട്. അവിടെ ആ ഗവൺമെന്റിനെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഭരണ സംവിധാനത്തെ തന്നെ നമ്മുടെ ഹിന്ദു കേരളം പോലുള്ള പുതിയ ഇനീഷ്യേറ്റീവുകളുടെ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ വീണ്ടും ആശ്രയിക്കുന്നതിൽ വലിയ അർത്ഥമില്ലെന്ന് ഞാൻ പറയുന്നത്. പകരം യുവാക്കളുടെ മുന്നേറ്റങ്ങൾ, സഹകരണ സംഘങ്ങൾ പോലുള്ള ഇതിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ശൃംഖല തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് CSR ഫണ്ട് പോലുള്ള വലിയ കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ ചെറുകിട സംരംഭങ്ങൾ വരെയുള്ള ആളുകളുടെ സപ്പോർട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഇതിന് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ നമുക്ക് അടുത്ത ഏതാനും മാസങ്ങൾക്കകം 2047 കേരളത്തെ മനുഷ്യന് മനസ്സിൽ കാണാനല്ല മുന്നിൽ കാണാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് ആക്കി, ഒരു മാസ്റ്റർ പ്ലാൻ ആക്കി, ഒരു ഓഡിയോ വിഷ്വൽ പ്രസന്റേഷൻ ആക്കി നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ കേരള സമൂഹത്തിന് മുന്നിൽ വെക്കാൻ കഴിയും. അതിലെ ഓരോ വർഷവും അച്ചീവ് ചെയ്ത് തുടങ്ങിയാൽ ഒരു 3 കൊല്ലം കഴിയുമ്പോൾ കേരള സമൂഹം വിശ്വസിക്കുന്ന യുവാക്കളുടെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയായി തിങ്ക് കേരള മാറും. അങ്ങനെ 2047 ഒരു വ്യത്യസ്തമായ ഒരു കേരളം, ഉണർന്ന കേരളം. ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ കുറച്ച് തിങ്ക് കേരള ഇനിഷ്യേറ്റീവിന്റെ ആളുകൾ ഈ റുവാണ്ട പോലുള്ള ചില രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്. അവര് പരീക്ഷിച്ച് വിജയിപ്പിച്ച ചില മാതൃകകളെ നമുക്ക് എങ്ങനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് കണ്ടെത്താൻ കഴിയും. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഏറ്റവും നല്ല മാതൃക അടുത്ത കാലത്ത് ഞാൻ കണ്ടത് റുവാണ്ടയാണ്. ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. അമേരിക്കയും യൂറോപ്പിനെയും ഒക്കെ ഞാൻ പുകഴ്ത്തുന്നു എന്നായിരുന്നു ഒരാക്ഷേപം. ഞാൻ ഇനി മുതൽ ഒരു 6 മാസത്തേക്ക് അമേരിക്കയും യൂറോപ്പിനെയും പുകഴ്ത്തുന്നതല്ല, പകരം അടുത്ത 6 മാസം ഞാൻ റുവാണ്ടയെ പുകഴ്ത്തുന്നതാണ്. അപ്പോ അതിശേഷം പിന്നെ ഒരു 6 മാസം ആരെ പുകഴ്ത്തണമെന്ന് ഞാൻ അന്നേരം തീരുമാനിക്കും. അപ്പൊ ഇനി നമുക്ക് അടുത്ത നിങ്ങളുമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിലേക്ക് കിടക്കാം. ആ കൂടെ ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞതാണ്. താങ്ക് യു.